ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, മേ ബി അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, എല്ലാ കാര്യങ്ങളും കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്തിട്ട് ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാമെന്ന് ഒരു പുതിയ മെത്തേഡ് ഓഫ് മൈനിങ് ആണ്. ആൾറെഡി തന്നെ ഒരുപാട് ഈ ഒരു ക്രിപ്റ്റോ എയർ ഡ്രോപ്പിൽ ഒരുപാട് മെത്തേഡ് ഓഫ് മൈനിങ് നമുക്ക് വന്നിട്ടുണ്ട്. ഓരോ കാലത്ത് ഓരോ രീതിയിലാണ്. അപ്പോൾ ഈ ഒരു പുതിയ വീഡിയോ കാണുന്ന ആൾക്കാരാണ്, ഇല്ലെങ്കിൽ പുതിയതായിട്ട് ഈ ഒരു ചാനലിൽ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഫോർ എക്സാമ്പിൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. എന്നിട്ട് എന്തായാലും ഞാൻ ഷെയർ ചെയ്യാൻ വന്നിട്ടുള്ള മിൻഡോ AI എന്ന് പറഞ്ഞിട്ടുള്ള കാര്യത്തിനെ പറ്റി സംസാരിക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വേണ്ടത് ഒരു ട്വിറ്റർ അക്കൗണ്ടാണ്. എന്തുകൊണ്ടാണ് ട്വിറ്റർ അക്കൗണ്ട് വേണ്ടത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ കറൻറ്റ്ലി ഈ ഒരു സമയത്തൊക്കെ ഈ ഒരു ക്രിപ്റ്റോ എയർ ഡ്രോപ്പുകൾ ഫാമിംഗ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ നമുക്കൊരു എയർ ഡ്രോപ്പ് ആയിട്ട് കിട്ടുന്നത്, അപ്പോൾ എന്താണ് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉള്ളത്, എന്താണ് എയർ ഡ്രോപ്പ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞു തരുന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ബിറ്റ് കോയിൻ ഒക്കെ വരുന്ന ഒരു സമയത്ത് നമുക്ക് ക്യാപ്ചർ ക്ലിയർ ചെയ്തിട്ട് ഓരോ ബിറ്റ് കോയിനും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുമായിരുന്നു. അത് ഫ്രീ ആയിട്ട് കിട്ടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞത് നമ്മുടെ കറൻറ്റ്ലി മാർക്കറ്റിലേക്ക് വരുമ്പോൾ, അപ്പോൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇതിന് എന്തായാലും പൈസ ഉണ്ടാവും. ആ ഒരു സമയത്ത് വരുന്നതിന് മുമ്പ് ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു ടോക്കൺ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുക എന്നുള്ളൊരു കാര്യമായിരുന്നു അവർ ആ ക്യാപ്ചർ ഉദ്ദേശിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഒരുപാട് പ്രൊജക്റ്റുകൾ ഈ ബിറ്റ് കോയിൻ്റെ താഴെ കൊണ്ടുവരാൻ തുടങ്ങി. ആ പ്രൊജക്റ്റുകളൊക്കെ ഈ ഒരു യൂസേഴ്സിന് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ തുടങ്ങി. അതാണ് അതിൻ്റെ ടെസ്റ്റ് നെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു സമയത്ത് ഡീപ്പിംഗ് പ്രൊജക്റ്റുകൾ വന്നു. ഡീപ്പിംഗ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ഡാറ്റ ഇല്ലെങ്കിൽ ഒരു ഇൻ്റർനെറ്റ് എല്ലാ രീതിയിലും സൂപ്പർ കമ്പ്യൂട്ടർ വഴി ഷെയർ ചെയ്തിട്ട് അതിൻ്റെ പ്രൊജക്റ്റിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ യൂസ് ചെയ്തു. അതിനെയാണ് ഡീപ്പിൻ എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിൽ സോഷ്യൽ ഈ ഒരു മൈനിങ് അല്ലെങ്കിൽ സോഷ്യൽ എയർ ഡ്രോപ്പുകൾ അവർ കൊണ്ടുവന്നു. ഈ ഒരു ഗാലക്സി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സിലിയ ടാസ്ക് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരുപാട് ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ചെറിയ ടാസ്കുകൾ ഫോളോ അപ്പ് ചെയ്യുന്നു. ആ ഒരു ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾക്ക് അതിനൊരു എയർ ഡ്രോപ്പ് കിട്ടുക എന്നുള്ളൊരു കാര്യം. അതേപോലെ തന്നെ ഏറ്റവും അടുത്ത് വന്നിട്ടുള്ളതാണ് ഈ ടെലിഗ്രാമിലായി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടെലിഗ്രാം ക്രിപ്റ്റോ എയർ ഡ്രോപ്പിൻ്റെ എറ വന്നിട്ടുള്ളത്. ആ ഒരു ടെലിഗ്രാമിൽ വന്നതോടെ ഈ ഒരു ടെലിഗ്രാമിൽ ലോകത്തുള്ള എല്ലാ ആൾക്കാരും യൂസ് ചെയ്യുന്നതോടെ ഒരുപാട് യൂസേഴ്സാണ് ഇങ്ങനെയുള്ള ക്രിപ്റ്റോ എയർ ഡ്രോപ്പിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടെലിഗ്രാം കഴിഞ്ഞു, ടെലിഗ്രാമിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും അതെന്താണ്, കൈറ്റോ ആപ്പേഴ്സ്, അതേപോലെ തന്നെ ഇപ്പോൾ ടയോ മൈനിങ്, അതേപോലെ തന്നെ ഇപ്പോൾ ഈ മിൻഡോ, ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്ന മിൻഡോ AI പോലെ, അതേപോലെ തന്നെ വേറെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോളിജി എന്ന് പറയുന്നത് പോലെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലേക്ക് വന്നു. അപ്പോൾ കൈറ്റോ ആപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊരു സാധാരണക്കാരനും, അതേപോലെ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിറ്റിയിലൊക്കെ അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഇല്ലെങ്കിൽ വേൾഡിലൊക്കെ അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് വളരെയധികം പ്രൊമോട്ട് ചെയ്തിട്ട്, നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ എവിടെയാണ് കൊണ്ട് പ്രൊമോട്ട് ചെയ്യുക, നമ്മൾ ഈ TV പരസ്യം കൊടുക്കും, ഒരുപാട് ആൾക്കാരെ കൊണ്ട് മൗത്ത് പ്രൊമോട്ടിങ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളൊക്കെ ഈ യൂസേഴ്സിനെ കൊണ്ട് തന്നെ ഇവൻ്റെ സ്വയമായിട്ടുള്ള ഈ ഒരു പ്രൊമോഷൻ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ അതിൽ നല്ല രീതിയിൽ ഇതിനെ പരസ്യം ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു റിവാർഡ് കൊടുക്കുന്നു. ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടുത്തത് മേ ബി വേറെ വരാം എന്നുള്ളൊരു കാര്യമുണ്ട്. ഇങ്ങനെയുള്ള ഏതൊരു എയർ ഡ്രോപ്പ് എടുത്താലും അതിനൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ടൈം പീരീഡ് ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, ഇത്തിരി നിങ്ങൾക്ക് പുതിയതാണ് എന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഒരു ട്വിറ്റർ അക്കൗണ്ട് വേണം, അതേപോലെ തന്നെ അതിൽ കുറച്ച് ഫോളോവേഴ്സ് വേണം. പിന്നെ ഇങ്ങനെയുള്ള ഈ ഒരു കൈറ്റോ ആപ്പേഴ്സ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഒരു മൈനിങ് ആയിക്കോട്ടെ, ഇതിൽ നിങ്ങളൊരു ട്വിറ്റർ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ചറപറ പെട്ടെന്ന് തന്നെ എത്തിക്കണം എന്നുള്ളൊരു കാര്യത്തെന്ന് പറഞ്ഞാൽ അവിടെ ഹ്യൂമൻ എന്ന് പറഞ്ഞിട്ടുള്ളത് നോട്ട് വെരിഫൈഡ് ആവും. നിങ്ങൾ ഒരുപാട് ലൈക്കും ഒരുപാട് ഇങ്ങനെയുള്ള റീഷെയറിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ദിവസേന ഒരു 2-3 പോസ്റ്റുകൾ ഇടുക, കുറച്ച് ലിമിറ്റഡ് ആയിട്ട് ആൾക്കാർക്ക് മാത്രം ലൈക്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് നമുക്കിതിൽ നല്ല രീതിയിൽ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതേപോലെയുള്ള ഒരു പ്രൊജക്റ്റാണ്. ആൾറെഡി തന്നെ ടയോ മൈനിങ്ങും കൈറ്റോയിൻ്റെയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റീസെൻ്റ്ലി തന്നെ ഒരുപാട് യൂസേഴ്സ് ഇല്ലാത്ത ഒരു പ്രൊജക്റ്റിനെ പറ്റിയിട്ടാണ്, ഇല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഈ ഒരു മൈനിങ്ങിനെ പറ്റിയിട്ടാണ്, മിൻഡോ AI എന്ന് പറഞ്ഞിട്ടുള്ള മൈനിങ്. അപ്പോൾ എന്തായാലും മിൻഡോ AI എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ കഴിഞ്ഞിട്ടുള്ള പ്രൊജക്റ്റുകൾ എങ്ങനെയാണ് ഈ ഒരു മിൻഡോ AI ആയിട്ട് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും വെബ്സൈറ്റിലേക്ക് പോവാം. അപ്പോൾ ഞാൻ മിൻഡോ AI എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. തീർച്ചയായിട്ടും കയറുക. എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു പുതിയ പ്ലാറ്റ്ഫോമാണ്. അതേപോലെ തന്നെ ഇതിൽ ഒരുപാട് ആൾക്കാരില്ലെങ്കിലും നമുക്ക് ഒരു പ്രയത്നമൊക്കെ ചെയ്താൽ, ഇപ്പോൾ ഏതൊരു പ്രൊജക്റ്റും സ്റ്റാർട്ടിങ് തന്നെ വന്നിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുമോ? തീർച്ചയായിട്ടും പറ്റില്ല. ഒരാൾക്കാരും വെറുതെ നമുക്ക് പൈസ തരില്ല. അപ്പോൾ നമ്മൾ അതിൽ ആക്ടിവിറ്റീസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് പൈസ കിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഒരു പ്രാവശ്യം ചെയ്തിട്ട് കിട്ടിയില്ല, അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ചെയ്തിട്ട് കിട്ടിയില്ല,
കൺസിസ്റ്റൻസി ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആവശ്യം. അതിപ്പോൾ ഈ കാര്യത്തിന് മാത്രമല്ല, നിങ്ങളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിലും നിങ്ങളൊരു പഠിക്കുകയാണെങ്കിലും നിങ്ങൾക്കൊരു എയിം ഉണ്ടെങ്കിലും ഏതൊരു കാര്യത്തിനും അങ്ങനെ തന്നെയാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ ലോഗിൻ ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു സോഷ്യൽ കാർഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കാർഡ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വാലറ്റ് കണക്ട് ചെയ്യുന്നുണ്ടാവും, അതേപോലെ തന്നെ നിങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ട് കണക്ട് ചെയ്യേണ്ട രീതിയിലാണ് ഉണ്ടാവുക. ഈ ഒരു വാലറ്റ് കണക്ഷനിൽ എനിക്കിവിടെ എന്തായിട്ടില്ല, സ്കോർ ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല. ഇനി അത് മാറ്റാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പഴയ വാലറ്റ് തന്നെ ഇവിടെ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യാൻ നോക്കുക. ഞാനിവിടെ OKXൻ്റെ വാലറ്റ് പുതിയൊരു വാലറ്റ് കണക്ട് ചെയ്ത കാരണമാണ് എനിക്ക് അതിൻ്റെ ഒരു സ്കോർ ഒന്നും കിട്ടിയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഇവൻ്റെ ഒരു ട്വിറ്റർ അക്കൗണ്ട് ഫോളോ ചെയ്യണം, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻവൈറ്റ് ചെയ്യാം, അതേപോലെ തന്നെ വാലറ്റ് കണക്ട് ചെയ്യാനും, അതേപോലെ തന്നെ ഇവൻ്റെ ഒരു ട്വീറ്റ് ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ത്രെഡ് നമുക്ക് റീട്വീറ്റ് ചെയ്യാനും നമുക്ക് എന്താണ് പറ്റും. അതേപോലെ തന്നെ നമ്മുടെ അക്കൗണ്ട് ഹോൾ ഡീറ്റെയിൽസ്, സ്കോർസ്, അങ്ങനെയുള്ള എൻഗേജ്മെൻറ്റ് എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ തൊട്ട് കാണാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്കിതിന്ന് എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെഷൻ ഉണ്ട്. ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സെഷനിൽ ക്ലിക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഏറ്റവും കൂടുതൽ ഹൈയിൽ നിൽക്കുന്നത് ഇവൻ്റെ ഒരു പ്രൊജക്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏൺ എന്ന് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇതിൽ എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഏതൊരു മൈനിങ് പൂളിലും അവർ കുറച്ച് കാര്യങ്ങൾ പറയും, ഇത്രത്തോളം ലിമിറ്റഡ് സീറ്റ്സിനാണ് ഞങ്ങൾ കൊടുക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം. അങ്ങനെ തന്നെ ഏതൊരു പ്രൊജക്റ്റ് വരുമ്പോഴും ഉണ്ടാവും. അപ്പോൾ ചില പ്രൊജക്റ്റുകൾ വരുമ്പോൾ ലിമിറ്റഡ് സീറ്റ്സ് അല്ല, അതിൽ എൻഗേജ്മെൻ്റ് ആവുന്ന എല്ലാവർക്കും ഷെയർ കിട്ടാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ തുടങ്ങിയാലാണ് നമുക്ക് എന്താവാൻ പറ്റുള്ളൂ, ഈ ഒരു പ്രൊജക്റ്റിൽ ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കുക. അപ്പോൾ ഇവിടെ മൈൻഡ് ഷെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സാധനങ്ങളും ഇല്ലെങ്കിൽ അതിൻ്റെ സ്കോറും പേഴ്സൻറ്റേജും എല്ലാം നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷനിൽ നമുക്ക് എന്താണ് ഇതിൽ പ്രൊജക്റ്റിൽ ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻസ്ട്രക്ഷനിൽ ഫോളോ മൈൻഡ് മിൻഡോ AI എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇല്ലെങ്കിൽ മൈൻഡ് OAA എന്ന് നിങ്ങൾക്ക് വായിക്കാം. X to stay updated the project vision to progress എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്രിയേറ്റ് ഒറിജിനൽ നോട്ട് AI എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഡ്യൂക്കേഷണൽ കണ്ടന്റ് ആയിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ AI അധികമായിട്ട് യൂസ് ചെയ്യേണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് എന്താണ് തീർച്ചയായിട്ടും AI ഒക്കെ യൂസ് ചെയ്യാം എന്നുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഐഡിയ AI യൂസ് ചെയ്തിട്ട് അതിനേക്കാളും നല്ലൊരു ഐഡിയ ആയിട്ട് തിരിച്ചു കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, AI യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഷെയർ യുവർ കണ്ടന്റ് ഓൺ X ആസ് പോസ്റ്റ്, ഇവൻ്റെ പോസ്റ്റ് ഇടാം, ത്രെഡ് ആയിട്ട് ഇടാം, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവൻ്റെ ഒഫീഷ്യൽ പേജിൽ വരുന്ന പോസ്റ്റുകൾക്ക് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ എൻഗേജ്മെൻ്റ് ആവുക. അപ്പോൾ നിങ്ങൾ ഇടുന്ന പോസ്റ്റുകൾ തന്നെ നിങ്ങൾ ഇവൻ്റെ പോസ്റ്റുകൾക്ക് കമൻ്റ് ആയിട്ട് ഇടാനും ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യം. അപ്പോൾ ബൈ എൻഡ് ഓഫ് ദ ക്യാമ്പയിൻ ടോപ്പ് 100 മൈൻറ്റേഴ്സ് വിൽ ബി എൻജോയ് റിവാർഡ് ഫ്രം ദ 30,000 പൂൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 100 ആൾക്കാർക്ക് ഇല്ലെങ്കിൽ 100 ഫസ്റ്റ് നിൽക്കുന്ന 100 ആൾക്കാർക്ക് $30,000 പൂൾ അവർ കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ടോട്ടൽ റിവാർഡ് പൂൾ എന്ന് പറഞ്ഞിട്ട് $1,00,000 അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 100 പേർക്ക് ഈ ഒരു ഇതൊന്നും ബാക്കിയുള്ള ആൾക്കാർക്ക് ബാക്കിയുള്ള ഷെയറിംഗ് ആയിരിക്കും കൊടുക്കുക എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു പ്രൊജക്റ്റ് ചൂസ് ചെയ്യണോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാം. ഇതിൽ ആവിലാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ അവരോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിലും നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെയുള്ള പാർട്ടിസിപ്പേഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നേരെ ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ എന്താണ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളൊരു കാര്യങ്ങൾ നോക്കുക. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് പോസ്റ്റ് ഇടുക എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നേരെ ഞാൻ എൻ്റെ ട്വിറ്റർ അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ട്വിറ്റർ അക്കൗണ്ടിൽ എനിക്ക് ചെറിയൊരു ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂ. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് മാത്രമായിട്ടുള്ള ഈ ഒരു പ്രൊജക്റ്റിൽ തുടങ്ങിയിട്ടും ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വന്നിട്ടുള്ളൂ. എൻ്റെ ഈ ഒരു സോഷ്യൽ കാർഡ് കണ്ടു എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് വളരെയധികം എൻഗേജ്മെൻറ്റ് കുറവാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ റീസെൻ്റ്ലി ആണ് ചാനൽ തുടങ്ങിയതും ഇങ്ങനെയുള്ള ട്വിറ്റർ പേജിലൊക്കെ എൻഗേജ്മെൻ്റ് ആവാൻ. പിന്നെ നമ്മൾ ഏതൊരു ക്രിപ്റ്റോ എയർ ഡ്രോപ്പിലും ആ ഒരു സ്റ്റേജിൽ എന്ത് ക്രിപ്റ്റോ എയർ ഡ്രോപ്പ് എറയാണോ അതിലേക്ക് അഡാപ്റ്റ് ആവണം എന്നുള്ളതാണ് എൻ്റെ ഒരു സ്ട്രാറ്റജി. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് അഡാപ്റ്റ് ആയിട്ടുള്ളത്. നിങ്ങളും അതിനോടൊപ്പം അഡാപ്റ്റ് ആവണം എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ട്വിറ്റർ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. എൻ്റെ ട്വിറ്റർ അക്കൗണ്ടിൽ ഞാൻ പറയുമ്പോൾ തെറ്റുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ വായിന്ന് വല്ല സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. എന്താണെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് പറയുകയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ ട്വിറ്റർ അക്കൗണ്ടിൽ ഞാനൊരു മൈൻഡ് ഷെയറിൻ്റെ ഈ ഒരു മിൻഡോ AI പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ഞാനത് റീഷെയറും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് പോസ്റ്റ് ഇടുക എന്നുള്ള കാര്യമായിരിക്കും കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവുക. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുള്ള 2 പൊട്ടൻഷ്യൽ എയർ ഡ്രോപ്പ് ഉണ്ട്. ഒന്ന് ആസ്ക് ജൂൺ AI എന്ന് പറഞ്ഞിട്ടുള്ളൊരു AIയും ചെയിൻ ഒപ്പേര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു AIയും. അപ്പോൾ ഈ ഒരു AIയും കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ക്യാപ്ഷനൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് ക്രിയേറ്റ് മീ എ ക്യാപ്ഷൻ ഫോർ ട്വിറ്റർ പോസ്റ്റ്. അപ്പോൾ സബ്ജക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ എക്സ് ട്വിറ്റർ ഷെയറിംഗ് മിൻഡോ AI സോഷ്യൽ മൈനിങ് ആൻഡ് സെക്യൂർ സ്കോർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ രീതിയിൽ ഞാനിവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്താണ് അതിൻ്റെ രീതിയിൽ തന്നെ എങ്ങനെയാണത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ #ഓടെ നമുക്ക് എന്താണ് അതിൻ്റെ ഒരു ക്യാപ്ഷൻ നമുക്ക് ഇവിടെ നിന്ന് അവൈലബിൾ ആയിട്ട് കിട്ടി. അപ്പോൾ നിങ്ങൾ ഇവിടെ എത്രത്തോളം ചാറ്റ് ചെയ്യുന്നു ഇവിടെ പോയിന്റ്സ് കൂടും. ഈ ഒരു പോയിന്റ്സിൽ ബീറ്റാ ഫേസ് ആണ്. ഈ ഒരു ബീറ്റാ ഫേസിൽ നിങ്ങൾ എത്രത്തോളം എൻഗേജ്മെൻറ്റ് ആവുന്നു അതിൻ്റേതായിട്ടുള്ള റിവാർഡ് ഫ്യൂച്ചറിൽ കിട്ടുമെന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കാണുന്ന ആൾക്കാർ ഇല്ലെങ്കിൽ കാണാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടി കാണാം. അപ്പോൾ ഈ ഒരു ചെയിൻ ഒപ്പേര പറഞ്ഞാലും നമുക്ക് എന്താണ് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ചോദിക്കാം. അങ്ങനെ ചോദിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ക്യാപ്ഷൻ ഇവിടെ നിന്ന് ജനറേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ ഈ ഒരു
രണ്ട് എ ഒന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ChatGPT ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ChatGPT ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു പോസ്റ്റ് ഇടുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നേരെ ട്വിറ്ററിലേക്ക് വന്നു, നേരെ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സെഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു ഇമേജ് പേസ്റ്റ് ചെയ്തു. ഇനി എനിക്കിതിൻ്റെ ക്യാപ്ഷനാണ് എടുക്കേണ്ടത്. ആൾറെഡി തന്നെ ഞാൻ ജനറേറ്റ് ചെയ്ത് വെച്ച കാരണം ഈ ഒരു ക്യാപ്ഷനും ഞാൻ എന്ത് ചെയ്തു, ഇവിടുന്ന് കോപ്പി ചെയ്തു, നേരെ എൻ്റെ ഈ ഒരു പോസ്റ്റിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്തു. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവരിനെ എന്ത് ചെയ്യണം, ടാഗ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ അറ്റെന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആൾറെഡി തന്നെ അറ്റെന്ന് കൊടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ആരെയാണോ ഫോളോ ചെയ്യേണ്ടത്, നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ള മിൻറ്റോയെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിനവർ നമുക്ക് എന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്യുക. അതുകൊണ്ട് അതേപോലെ തന്നെ തൊട്ട് താഴോട്ട് വരിക, ഇവിടെ ടാഗ് പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എന്ത് ചെയ്യുക, മിൻറ്റോ എ എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക, എന്നിട്ട് ഡൺ കൊടുക്കുക. അപ്പോൾ അവരെ ടാഗ് ചെയ്യുക എന്നുള്ളൊരു അർത്ഥമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കമ്മ്യൂണിറ്റിയിൽ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ കമ്മ്യൂണിറ്റിയിൽ കൊണ്ടിടാം. ഞാനിവിടെ കൈറ്റോ ആപ്പേഴ്സ് കമ്മ്യൂണിറ്റിയിലുണ്ട്. അതിലെനിക്ക് 130.4K മെമ്പേഴ്സ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇട്ട് എനിക്ക് കൂടുതൽ എൻഗേജ്മെൻറ്റ് കിട്ടുന്നത് കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെയാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഈ ഒരു പോസ്റ്റ് ഇടുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ട്. ട്വിറ്ററിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടോ അതൊക്കെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ വീണ്ടും കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു കാര്യം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റത്തെ ഈ ചെറിയൊരു ഡയലോഗ് അല്ലെങ്കിൽ ഫസ്റ്റത്തെ ചെറിയൊരു ക്യാപ്ഷൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് സേവ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഇത് നേരെ എന്ത് ചെയ്യുന്നുണ്ട്, പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യാൻ മാത്രമാണ് ഇത്. നമ്മൾ റെഗുലറായിട്ട് 1, 2, 3 മാത്രം നിങ്ങൾ മാക്സിമം ചെയ്യുക. ഒരുപാട് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ് ആവുക, നിങ്ങളുടെ അക്കൗണ്ട് സസ്പെൻഡ് ആയി പോവും. അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ എന്താണ് പ്രീമിയം ഒക്കെ എടുത്തിട്ടുള്ള ഒരാളാവണം. അപ്പോൾ ആ ഒരു കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒരുപാട് പോസ്റ്റുകളൊന്നും ഇടരുത്. ഈ ഒരു കറണ്ട് സ്റ്റേജിൽ ക്രിപ്റ്റോ എയർ ഡ്രോപ്പ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സിഷ്കോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ തട്ടിപ്പാണ്. അപ്പോൾ അപ്പെക്സും അതേപോലെ തന്നെ മെറ്റാഫോക്കസിൻ്റെയും തട്ടിപ്പ് പുറത്ത് വന്നപ്പോൾ വേറെ കുറേ ആൾക്കാർ സജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു സിഷ്കോയിൻ. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ മാക്സിമം ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഇവിടെ നിന്ന് ഈ ലിങ്കൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഇല്ലെങ്കിൽ ടെലിഗ്രാം ചാനലിൽ കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനും ഉണ്ട്. നിങ്ങൾക്ക് ലിങ്കൊക്കെ അവിടെ നിന്ന് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ കയറുക. ടെലിഗ്രാം ചാനലിലും ഗ്രൂപ്പിലും ജോയിൻ ആവുക. ഗ്രൂപ്പിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.